ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വാഴ ടൂവിൻ്റെ വമ്പൻ കൂറ്റൻ കൊടൂര വിജയത്തിന് ശേഷം വാഴ 3 ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറെ വ്യത്യസ്തതയോടുകൂടി തന്നെയാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. വാഴ 1 അതിഗംഭീരം, വാഴ 2 അതികൊടൂരം എന്ന് തന്നെ പറയാം. ആ ഒരു അവസരത്തിൽ 15 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഈ ഒരു സിനിമ ഇക്കുറി ഒന്ന് വ്യത്യസ്തത പുലർത്തുകയാണ്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആണ് കഴിഞ്ഞ 2 സീരീസെങ്കിൽ ഇവിടെ മാറുന്നു ഓഫ് എ ബില്യൺ ഗേൾസ് ആവുകയാണ്. എന്തായാലും വിശ്വനാഥ് ശ്രീജിത്താണ് ഡയറക്ടർ എന്നാണ് ഇപ്പോൾ വരുന്നത്. റൈറ്റർ വിപിൻ ദാസ് എന്നാണ്. ശിവൻ സാർ ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട്. ചില പോസ്റ്ററുകളിൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ആളിക്കത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെറൈറ്റി മൂവിയിലേക്ക് മലയാളികൾ പോവുകയാണ്. ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ ഇരിക്കും മൂന്നാം ഭാഗവും ബില്യൺ ബോയ്സിനകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിപിൻ പറയുകയും ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിനിമ വരുമ്പോൾ വാഴ വെറും വാഴയല്ല, ഇനി വാഴ സ്ത്രീ എന്നുള്ള ഒരു പേരാണ്. വാഴ ബോയ്സ് കഴിഞ്ഞിട്ട് വാഴ ഗേൾസ് വരികയാണ്. അവിടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അങ്ങനെ വലിയ താരനിരയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, പക്ഷേ കഥ ഗംഭീരമായിരിക്കും, ആളുകളെ പിടിച്ചിരുത്തുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന അടുത്ത 100, 200, 300 കോടിയാണ്. വാഴ 2വിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 90 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 100 കോടി വരുന്ന 2 അല്ലെങ്കിൽ 2 ദിവസം, മൂന്നാം ദിവസത്തേക്ക് പോകേണ്ട 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതായത് സിനിമയുടെ 16-ാം തീയതിയോടെ 100 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എത്തും എന്നുറപ്പിക്കാം. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് പെർ ഡേ 10 കോടിക്ക് മുകളിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായും 200 കോടിയും 16-ാം തീയതിയോടെ സിനിമ നേടുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങേറ്റം പോയാൽ 17-ാം തീയതി. അതിന് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ളതാണ്. ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ ചെറിയ ദൂരങ്ങൾ മാത്രം. അപ്പോൾ വാഴ 2 കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. നിങ്ങൾക്ക് വാഴ സീരീസിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? വാഴ 3യെ നിങ്ങൾ എങ്ങനെയാണ് എതിരേൽക്കുന്നത്? ഇന്നത്തെ ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം തൃപ്തി തരുന്നു? നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്നുള്ളതെല്ലാം കമൻസിലൂടെ പറയാം. ഗ്രീൻ മീഡിയാസ്.